നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ യൂട്യൂബ് ആപ്പ് ഉപയോഗിച്ചാണ് യൂട്യൂബിൽ വീഡിയോകൾ കാണുന്നതെന്നുണ്ടെങ്കിൽ യൂട്യൂബ് ആപ്പിൽ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു അപ്ഡേറ്റ് ആണ്. എന്താണ് അപ്ഡേറ്റ് എന്നും എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നതും എന്താണ് ഇതുകൊണ്ടുള്ള പ്രയോജനം എന്നുള്ളത് ഈ വീഡിയോ അവസാനം വരെ കണ്ട് മനസ്സിലാക്കുക. വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകരുത്. അവസാനം വരെ കണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അപ്ഡേറ്റ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഒപ്പം തന്നെ വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. ഇൻസ്റ്റാഗ്രാമിൽ എന്നെ ഫോളോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊന്ന് ഫോളോ ചെയ്തേക്കുക. പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതൊരു വലിയ സപ്പോർട്ടായിരിക്കും എനിക്ക്. ഞാൻ ഇവിടെ എന്റെ യൂട്യൂബ് ആപ്പ് ഓപ്പൺ ആക്കി അതിന്റെ ഹോം പേജിലാണ്. ഹോം പേജിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കുറേയധികം തമ്പനെയിൽസ് കാണാനായിട്ട് സാധിക്കും. ഈ തമ്പനെയിൽസിലൊക്കെ തന്നെ ഓരോ കളറുകളാണ്. ഇവിടെ നോക്കുക, ഈ ഒരു തമ്പനെയിലിൽ ഗ്രീനും യെല്ലോയും ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ താഴേക്ക് വരുമ്പോൾ ഓരോ തമ്പനെയിലിൽ ഓരോ കളേഴ്സ് ആണ് നൽകിയിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ അക്കൗണ്ടിലും ഹോം പേജിൽ ഇതേപോലെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ ഇങ്ങനൊരു സംഭവം നിങ്ങൾ ഒരു പക്ഷേ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി ശ്രദ്ധിച്ചോളൂ. നിങ്ങളുടെ യൂട്യൂബിന്റെ ഹോം പേജിലും ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും. സംതിങ് ന്യൂ എന്ന് പറഞ്ഞാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മുടെ ഈ ഹോം പേജിൽ കുറെ തമ്പനെയിൽസ് ഉണ്ട്. ഈ തമ്പനെയിൽസിലൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള കളേഴ്സ് ആണ് നൽകിയിരിക്കുന്നത്. നോക്കുക, ഓരോ കളറുകളാണ്. പക്ഷെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കളറിൽ ഉള്ള തമ്പനെയിൽസ് മാത്രം നമ്മുടെ ഹോം പേജിൽ കാണിക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനായിട്ട് ഉദാഹരണം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഗ്രീൻ കളർ ഞാൻ സെലക്ട് ചെയ്തു. അതിനുശേഷം ലെറ്റ്സ് ഗോയിൽ ക്ലിക്ക് ചെയ്തു. ഇപ്പൊ നോക്കുക, ഗ്രീൻ കളർ കൂടുതലുള്ള തമ്പനെയിലുകളാണ് ഇവിടെ കാണിക്കുന്നത്. നോക്കുക, ഇതിലൊക്കെ ഗ്രീൻ ഉണ്ട്. നോക്കുക, ഇതിലെല്ലാം ഗ്രീൻ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുറെ തമ്പനെയിൽസ് ഇവിടെ കാണിച്ചു. ഇനി ബാക്ക് ചെയ്തിട്ട് നമുക്ക് വീണ്ടും മറ്റേതെങ്കിലും ഒരു കളർ സെലക്ട് ചെയ്ത് നോക്കാം. റെഡ് സെലക്ട് ചെയ്യാം. അതിനുശേഷം ലെറ്റ്സ് ഗോയിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പൊ നോക്കുക, റെഡ് കളർ തമ്പനെയിൽസ് ആണ് ഇവിടെ കാണിക്കുന്നത്. നോക്കുക, മെയിൻ ആയിട്ട് റെഡ് കളേഴ്സ് കൂടുതൽ വന്നിട്ടുള്ള തമ്പനെയിലുകളാണ് ഈ കാണിക്കുന്നത്. അപ്പൊ ഇതേപോലെ നമുക്ക് ഓരോ കളേഴ്സ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. ആ കളേഴ്സിൽ ഉള്ള തമ്പനെയിൽസ് ഉള്ള വീഡിയോകൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇപ്പൊ യൂട്യൂബ് ഈ ഒരു അപ്ഡേറ്റ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അതൊക്കെ ഇവിടെ ബ്ലൂ കളർ സെലക്ട് ചെയ്തപ്പോൾ ഈ ബ്ലൂ അധികമുള്ള തമ്പനെയിൽസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. യൂട്യൂബ് എന്താണ് ഇങ്ങനെ ഒരു എക്സ്പെരിമെന്റ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷേ ഒരു കാര്യം മനസ്സിലായത്, RGB റെഡ്, ഗ്രീൻ, ബ്ലൂ ഈ മൂന്ന് കളേഴ്സ് തമ്പനെയിൽസിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫ്യൂച്ചറിൽ ഇങ്ങനെ ഒരു അപ്ഡേറ്റ് വന്ന് ഇങ്ങനെ ഒരു ഓപ്ഷൻ യൂട്യൂബ് എവിടെയെങ്കിലും എക്സ്പെരിമെന്റിന് ശേഷം കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾ ചിലപ്പോൾ നേരെ റെഡിൽ ക്ലിക്ക് ചെയ്യാം, ബ്ലൂവിൽ ക്ലിക്ക് ചെയ്യാം, ഗ്രീനിൽ ക്ലിക്ക് ചെയ്യാം. അങ്ങനെ തമ്പനെയിൽ ബേസിൽ വീഡിയോകൾ വാച്ച് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ രീതിയിലുള്ള തമ്പനെയിൽസ് ആണ് നമ്മുടെ എന്നുണ്ടെങ്കിൽ, അതായത് ഈ റെഡും ബ്ലൂവും ഗ്രീനും ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള തമ്പനെയിൽസ് ആണെന്നുണ്ടെങ്കിൽ ഓരോ കളറിൽ ഇതേപോലെ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ അതത് കളർ റിലേറ്റഡ് ആയിട്ടുള്ള തമ്പനെയിൽസ് ആയിരിക്കും ഓരോരുത്തർക്ക് കാണിക്കുക. അപ്പൊ അങ്ങനെ ചിലപ്പോൾ നമ്മുടെ വീഡിയോകളും ആ സെർച്ചിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇങ്ങനെ ഒരു എക്സ്പെരിമെന്റ് യൂട്യൂബിൽ നടക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ യൂട്യൂബിന്റെ ഹോം പേജിൽ ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ കാണുമ്പോൾ നിങ്ങൾ കൺഫ്യൂസ് ആകേണ്ട കാര്യമില്ല. അതായത് ക്രിയേറ്റ് എ ഫീഡ് ഓഫ് വീഡിയോസ് ബേസ്ഡ് ഓൺ കളർ ആൻഡ് എൻജോയ് എക്സ്പ്ലോറിംഗ് എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു യൂട്യൂബ് എക്സ്പെരിമെന്റിനെ കുറിച്ച് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൊടുക്കുന്ന റീച്ച് കൊടുക്കാനായിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്തേക്കുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുമെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതുകൂടെ കമന്റുകളിലൂടെ അറിയിക്കുക. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൂടെ ഫോളോ ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. നമുക്ക് ഈ അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.